ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ SSC GDയുടെ എക്സാമിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫാക്റ്റുകളുമായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ടോട്ടൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും 5 കേവ്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കേവ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഏതൊക്കെ കേവ്സുകളാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എല്ലോറ കേവ്സ്. ഓക്കെ, എല്ലോറ കേവ്സ്, അതുപോലെ തന്നെ അജന്ത കേവ്സ്. ഓക്കെ, എല്ലോറ കേവ്സ്, അജന്ത കേവ്സ്. ദെൻ പിന്നീട് നോക്കേണ്ടത് എലിഫന്റ കേവ്സ്, കാർല കേവ്, അതുപോലെ തന്നെ കൻഹേരി കേവ്സ്. ഓക്കെ, അപ്പോൾ ഈ 5 കേവ്സും പഠിക്കണം. ഓക്കെ, മഹാരാഷ്ട്രയിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കേണ്ട 5 കേവ്സ് ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ പേര് പഠിക്കുന്നു. അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, എലിഫന്റ കേവ്സ്, കാർല കേവ്സ്, കൻഹേരി കേവ്സ്. ഓക്കെ, എല്ലോറ കേവ്സ്, അജന്ത കേവ്സ്, എലിഫന്റ കേവ്സ്, കാർല കേവ്സ്, കൻഹേരി കേവ്സ്. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. എല്ലോറ കേവ്സ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? എവിടെയാണ് ആൻസർ? മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിലുള്ള കേവ്സുകൾ ഏതൊക്കെയാണ്? എല്ലോറ, അജന്ത, എലിഫന്റ, കാർല, കൻഹേരി. ഓക്കെ, ഇതിൽ നമ്മുടെ എല്ലോറ കേവ്സിനെ ബേസ് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലോറ കേവ്സിനെ ബേസ് ചെയ്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലോറ കേവ്സിനെ ബേസ് ചെയ്ത് നോക്കേണ്ട ഫാക്റ്റുകൾ നമ്മൾ പഠിക്കാനായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ എല്ലോറ കേവ്സ് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം. എല്ലോറ കേവ്സിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കേണ്ട ഫാക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഈ എല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അങ്ങനെ ചോദിച്ചാൽ അതിന് ആൻസർ ബുദ്ധിസം. ഓക്കെ, എല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ അതിന് ആൻസർ ബുദ്ധിസം, ജൈനിസം, അതുപോലെ തന്നെ ഹിന്ദുയിസം. ഓക്കെ, ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം. അപ്പോൾ ഇതാണ് എക്സാമിന് എല്ലോറ കേവ്സ് ഈസ് റിലേറ്റഡ് ടു വിച്ച് റിലീജിയൻ എന്ന് ക്വസ്റ്റ്യൻ വന്നു. ഓപ്ഷൻസ് ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം ആൻഡ് ഓൾ ഓഫ് ദി എബോവ് എന്നായിരുന്നു. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. അപ്പോൾ എല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം. ആ ഫാക്ട് ഓക്കെ ആണല്ലോ. ദെൻ പിന്നീട് എല്ലോറ കേവ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നത് ഈ എല്ലോറ കേവ്സിൽ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണ്? എല്ലോറ കേവ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 34. എത്രയാണ്? 34. അപ്പോൾ എല്ലോറ കേവ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 34. ഓക്കെ, ഈ എല്ലോറ കേവ്സിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. ഓക്കെ, എല്ലോറ കേവ്സിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് കൈലാസ ടെമ്പിൾ. അപ്പോൾ ഈ കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണെന്ന് ചോദിക്കും. എല്ലോറ കേവ്സിലെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. ഈ കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രകൂട ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള രാഷ്ട്രകൂട ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള കൃഷ്ണ ഫസ്റ്റ് ആണ്. ഓക്കെ, രാഷ്ട്രകൂട ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള കൃഷ്ണ ഫസ്റ്റ് ആണ് എല്ലോറ കേവ്സിലെ കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫാക്ട് കൂടി ഓർത്തിരിക്കാൻ പറ്റും. എല്ലോറ കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണെന്ന് പറഞ്ഞു? കൃഷ്ണ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞു. എക്സാമിന് ക്വസ്റ്റ്യൻ വരും കാഞ്ചി കൈലാസ ടെമ്പിൾ. കാഞ്ചി എവിടെയാ? കാഞ്ചീപുരം, തമിഴ്നാട്ടിൽ. അപ്പൊ കാഞ്ചി കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണ്? ഓക്കെ, അപ്പൊ എല്ലോറ കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണ്? അത് കൃഷ്ണ ഫസ്റ്റും. കാഞ്ചി കൈലാസ ടെമ്പിൾ, ഓക്കെ, കാഞ്ചി കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ നരസിംഹവർമ്മൻ സെക്കൻഡും ആണ്. ഓക്കെ, കാഞ്ചി കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണ്? അത് നരസിംഹവർമ്മൻ സെക്കൻഡും ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കാലോ. എല്ലോറയിലും ഉണ്ട് കൈലാസ ടെമ്പിൾ, കാഞ്ചിയിലും ഉണ്ട്. എല്ലോറ കൈലാസ ടെമ്പിൾ ആണെങ്കിൽ കൃഷ്ണ ഫസ്റ്റും, കാഞ്ചി കൈലാസ ടെമ്പിൾ ആണെങ്കിൽ നരസിംഹവർമ്മൻ സെക്കൻഡും ആണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ 2023 എൻഡിൽ നടന്ന എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു ഈ എല്ലോറയിലുള്ള കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, എല്ലോറയിലുള്ള കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിന് ആൻസർ ബസാൾട്ട് റോക്ക്. ഓക്കെ, എല്ലോറയിലുള്ള കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്? ബസാൾട്ട് റോക്ക്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എല്ലോറ കേവ്സ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം. എല്ലോറ കേവ്സിലെ ടോട്ടൽ ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 34. എല്ലോറ കേവ്സിലെ ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. ഈ കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് ഏത് ഡൈനാസ്റ്റി ആണെന്നും ആരാണെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
കൈലാസ് ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് രാഷ്ട്രകൂട ഡൈനാസ്റ്റി റൂളർ ആയിട്ടുള്ള കൃഷ്ണ ഫസ്റ്റ് ആണ്. എല്ലോറ കേവ്സിലെ കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ട് മേടിയിരിക്കുന്നു വെച്ചാൽ അതിന് ആൻസർ ബസാൾട്ട് റോക്ക്. ഏത് റോക്കാണ്? ബസാൾട്ട് റോക്ക്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് എന്താണ്? അജന്ത കേവ്സ്. ഓക്കെ, അടുത്ത എന്താണ്? അജന്ത കേവ്സ്. അപ്പൊ ഇത്രയും ഫാക്റ്റുകൾ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അജന്ത കേവ്സിനെ പറ്റിയാണ്. ഓക്കെ, അജന്ത കേവ്സ്. അജന്ത കേവ്സിനെ പറ്റി ഒരു 2 ഫാക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം അജന്ത കേവ്സ് ഏത് റിലീജനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ആൻസർ എന്താണ്? ബുദ്ധിസം ആണ്. ഓക്കെ, അജന്ത കേവ്സ് ഏത് റിലീജനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ആൻസർ എന്താണ്? ബുദ്ധിസം ആണ്. ഓക്കെ, അജന്ത കേവ്സ് ഏത് റിലീജനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അജന്ത കേവ്സ് അല്ലെങ്കിൽ ഏത് ടെയിൽസുമായിട്ട്, ഏത് സ്റ്റോറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് അജന്ത കേവ്സിലെ പെയിന്റിങ്സുകളൊക്കെ ഏത് ടെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഏത് സ്റ്റോറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജാതക ടെയിൽസ് ആണ്. ഓക്കെ, അപ്പൊ അജന്ത കേവ്സ് ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു പറയുക, അല്ലെങ്കിൽ എന്ത് പറയുക? അജന്ത കേവ്സ് ജാതക ടെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് പറയുക. ഓക്കെ, ദെൻ പിന്നീട് പുതിയതായിട്ട് ചോദിച്ചു കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് അജന്ത കേവ്സിനടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണ്? ഓക്കെ, അജന്ത കേവ്സിനടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വഗോറ റിവർ ആണ്. ഓക്കെ, അജന്ത കേവ്സിനടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വഗോറ റിവർ ആണ്. ഓക്കെ, അപ്പൊ അജന്ത കേവ്സ് ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് മറന്നു പോകല്ലേ? മഹാരാഷ്ട്രയാണ്. അജന്ത കേവ്സ് ഏത് റിലീജനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ബുദ്ധിസം. അജന്ത കേവ്സിലെ പെയിന്റിങ്സ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ജാതക ടെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ദെൻ അജന്ത കേവ്സിനടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ആണ് വഗോറ റിവർ. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു കണ്ടു, പില്ലേഡ് വരാന്താസ്. ഓക്കെ, പില്ലേഡ് വരാന്ത. അപ്പോൾ കുറച്ച് ബുദ്ധിസ്റ്റ് സ്ട്രക്ചേഴ്സ്, 4 ബുദ്ധിസ്റ്റ് സ്ട്രക്ചേഴ്സിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇതിൽ പില്ലേഡ് വരാന്താസ് ഏത് ബുദ്ധിസ്റ്റ് സ്ട്രക്ചറിന്റെ ഫീച്ചർ ആണെന്ന് ചോദിച്ചു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പില്ലേഡ് വരാന്താസ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? അജന്ത കേവ്സിലാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ അജന്ത കേവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ ഓക്കെ ആണല്ലോ. ഇനി എലിഫന്റ കേവ്സിനെ പറ്റി 2 ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ എലിഫന്റ കേവ്സിനെ പറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എലിഫന്റ കേവ്സ് മഹാരാഷ്ട്രയിൽ ഏത് ഐലൻഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഗരബുരി ഐലൻഡ്. ഓക്കെ, എലിഫന്റ കേവ്സ് മഹാരാഷ്ട്രയിൽ ഏത് ഐലൻഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഗരബുരി ഐലൻഡ്. ഈ എലിഫന്റ കേവ്സ് അല്ലെങ്കിൽ എലിഫന്റ കേവ്സ് ഏത് ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു? അങ്ങനെ വെച്ചാൽ അതിന് ആൻസർ ലോർഡ് ശിവ. എലിഫന്റ കേവ്സ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ. ഓർത്തിരിക്കാലോ. അപ്പൊ എലിഫന്റ കേവ്സ് ലൊക്കേറ്റ് ചെയ്യുന്ന ഐലൻഡ് ഏതാണ്? ഗരബുരി ഐലൻഡ്. ആൻഡ് എലിഫന്റ കേവ്സ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഞാൻ ഫൈനലി കൺസോളിഡേറ്റ് ചെയ്ത് ഒന്നുകൂടി പറഞ്ഞു തരാൻ പോവാ. ശ്രദ്ധിച്ചിരിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മഹാരാഷ്ട്രയിൽ നിന്ന് പഠിക്കേണ്ട കേവുകളാണ് എല്ലോറ കേവ്സ്, അജന്ത കേവ്സ്, എലിഫന്റ കേവ്സ്, കാർല കേവ്സ്, കൻഹേരി കേവ്സ്. എല്ലോറ കേവ്സ് ഏത് റിലീജനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം. എല്ലോറ കേവ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 34 ആണ്. ഓക്കെ, ദെൻ എല്ലോറ കേവ്സിലെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. ഈ കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്ത ആരാണ്? കൃഷ്ണ ഫസ്റ്റ്. അപ്പൊ എല്ലോറ കൈലാസ ടെമ്പിൾ കൃഷ്ണ ഫസ്റ്റ് ബിൽഡ് ചെയ്തെങ്കിൽ കാഞ്ചി കൈലാസ ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ആരാണ്? നരസിംഹവർമ്മൻ സെക്കൻഡ് ആണ്. എല്ലോറ കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ടാണ് മേടിയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ബസാൾട്ട് റോക്ക്. പിന്നീട് പറയുന്നത് അജന്ത കേവ്സിനെ പറ്റിയാണ്. അജന്ത കേവ്സ് ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജാതക ടെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അജന്ത കേവ്സിനടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വഗോറ റിവർ ആണ്. ദെൻ പില്ലേഡ് വരാന്താസ് ഉള്ളത് അജന്ത കേവ്സിന്റെ ഫീച്ചർ ആണ്. എലിഫന്റ കേവ്സ് ലൊക്കേറ്റ് ചെയ്യുന്ന ഐലൻഡ് എന്ന് പറയുന്നത് ഗരബുരി ഐലൻഡ് ആണ്. ദെൻ എലിഫന്റ കേവ്സ് ഡെഡിക്കേറ്റഡ് ടു വിച്ച് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ലോർഡ് ശിവ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഒരു പോയിന്റ് പോലെ സ്കിപ്പ് ചെയ്ത് പഠിക്കുക. ബിക്കോസ് എല്ലാം നമ്മുടെ പ്രീവിയസ് ഇയറിൽ പല പല എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫാക്റ്റുകളെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ GD എക്സാമിന് വേണ്ടിയിട്ട് നോക്കേണ്ട പോയിന്റ്സുകളെ പ്രോപ്പർലി പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ SSC GD ഓൺലൈൻ കോഴ്സസ് നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് വഴി അവൈലബിൾ ആണ്. അപ്പം പ്രോപ്പർലി നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ടോപ്പിക് ഓർഡറിൽ കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഒരുപക്ഷെ ലൈവ് ക്ലാസ്സുകൾ ആ പ്രോപ്പർ ടൈമിൽ
അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് വേർഷൻസ് അവൈലബിൾ ആണ്. മാത്രമല്ല ലൈവ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ക്ലാസ് കേൾക്കുന്ന ടൈമിൽ നമുക്ക് വരുന്ന ഡൗട്ടുകൾ ഡയറക്റ്റ് ഫാക്കൽറ്റീസുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ PDF അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് എടുക്കുന്നതിൻ്റെ PPT നോട്ടുകൾ PDF ആക്കി നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽസ് തരുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളെ പഠിത്തത്തിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 8075753676 എന്ന് പറയുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് 8075753676 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ഹാപ്പി ലേണിംഗ്.